കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ ഫഹദ് ഫാസിലിനോട് ചോദിക്കുന്നുണ്ട് തങ്ങളുടെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമ ഏതാണെന്ന്. അതിന് ഫഹദ് നൽകിയ മറുപടി ചാപ്പാ കുരിശ് എന്നാണ്. ആ മറുപടി എന്നെ കുറച്ച് പിന്നിലേക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. 2012-14 കാലഘട്ടം ഫഹദ് ഫാസിലിൻ്റെ കരിയറിലെ ബ്രേക്ക് ഔട്ട് സമയമാണത്. ഡയമണ്ട് നെക്ലേസ്, ആമേൻ, അന്യ റസൂലും തുടങ്ങിയ സിനിമകളൊക്കെ ഇറങ്ങിയ വർഷം. പക്ഷേ വ്യക്തിപരമായിട്ട് ഫഹദ് ഫാസിൽ എന്ന ആക്ടർ എനിക്ക് എൻ്റെ വ്യക്തിൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ എൻ്റെ സിനിമ കാഴ്ചപ്പാടിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത് 2013 പുറത്തിറങ്ങിയ ശ്യാം പ്രസാദ് സംവിധാനം ചെയ്ത ആർട്ടിസ്റ്റ് എന്ന സിനിമയിലൂടെയാണ്. ഫഹദിൻ്റെ സിനിമകളെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഫഹദിൻ്റെ അഭിനയത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അധികം അങ്ങനെ പറയാത്തൊരു സിനിമയാണ് ആർട്ടിസ്റ്റ്. സിനിമയിൽ കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു ചിത്രകാരനായിട്ടാണ് ഫഹദ് അഭിനയിച്ചിരിക്കുന്നത്. നമ്മൾ പൊതുവേ കാണാറുള്ള ഒരു കാഴ്ചയില്ലാത്ത വ്യക്തി അവതരിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ചില രീതികളുണ്ട്. കണ്ണ് മേലോട്ട് വെക്കുക, അല്ലെങ്കിൽ ഒരു വിദൂരതയിലേക്ക് തന്നെ നോക്കി നിൽക്കുക തുടങ്ങിയ ചില രീതികളുണ്ട്. എന്നാൽ ഫഹദ് ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. പകരം കണ്ണിലേക്ക് അദ്ദേഹം ഒരു സ്റ്റിൽനെസ് കൊണ്ടുവരികയാണ്, ഒരു നിശ്ചലത. ശരിക്കും നമുക്ക് തോന്നും ഇയാൾക്ക് കണ്ണിന് കാഴ്ചയില്ല എന്ന്. അത്ര ഗംഭീരമായിട്ട് പ്രകടനമാണ്. സിനിമയുടെ ക്ലൈമാക്സിലൊക്കെ എത്തുമ്പോൾ ഫഹദ് നീലയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, നീല ചതിയുടെ നിറമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിൽ അതൊരു എക്കോ പോലെയായിട്ട് അത് ഇങ്ങനെ നിൽക്കുകയാണ്. ആ വർഷം മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് ഫഹദ് ഈ സിനിമയിലൂടെ വാങ്ങുന്നുണ്ട്. ഈ അടുത്ത് ഒരു അഭിമുഖത്തിൽ ഫഹദ് ആർട്ടിസ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. തൻ്റെ കരിയറിലെ ഏറ്റവും സെൽഫിഷ് കഥാപാത്രമാണ് ഫഹദ് പറയുന്നത്. അത് വളരെ കൃത്യമാണ്. അങ്ങനെ ആർട്ടിസ്റ്റ് എന്ന സിനിമ കാണുന്നതോടെയാണ് ഫഹദ് ഫാസിൽ എന്ന ആക്ടർ എൻ്റെ ഒരു സിനിമ കാഴ്ചപ്പാടോട്ട് കടന്നു വരുന്നത്. അന്ന് ഉണ്ടാക്കിയ ഇമ്പാക്റ്റിലാണ് സിനിമ കാണുന്ന രീതി തന്നെ മാറിപ്പോവുകയാണ് ചെയ്യുന്നത്.